അസ്സലാമലൈക്കും. അപ്പോൾ നോമ്പിനെ നമ്മളെല്ലാവരും നോമ്പ് തുറക്കാനും പല പല ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരക്കൂടുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പവും എന്നാൽ പെട്ടെന്ന് നമുക്ക് വയറൊക്കെ നിറയുന്ന ഒരു സംഭവമാണ് പോളകൾ. കുറച്ചുണ്ടാക്കിയാൽ തന്നെ മതി, എല്ലാവരും വയറൊക്കെ പെട്ടെന്ന് തന്നെ നിറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് 5 വ്യത്യസ്ത തരം പോളകളാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള പോളകളാണ്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോസിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പോളയാണ്, പൊറോട്ട പോള എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ബാക്കി വന്ന പൊറോട്ട ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. മാവ് കുഴയ്ക്കുക അല്ലെങ്കിൽ മാവ് കലക്കിയ പരത്തുക ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല കേട്ടോ. ബാക്കിയുള്ള 2 പൊറോട്ട ഉണ്ടായാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കി വന്നിട്ടുള്ള 2 പൊറോട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് എടുത്തതും കൂടെ കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണയായിട്ട് മയോണൈസ് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഷവർമേൻ്റെയൊക്കെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കില്ലേ, ഷവർമ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര മയോണൈസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ ഈ ഫില്ലിങ്ങിനെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നിറക്കാൻ ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 മുട്ട എടുത്തിട്ട് പൊട്ടിച്ചതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് മുട്ട മാത്രമാകുമ്പോൾ ഒരുപാട് വേണ്ടി വരില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പാലും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കാം, ചെറിയൊരു എരിവിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ പാനോ എന്തെങ്കിലും എടുത്തിട്ട് താഴെ ഞാൻ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ നമുക്ക് ബട്ടറോ എന്താണെന്ന് വെച്ചാൽ താഴെ ഒന്ന് ഇതേപോലെ ഒന്ന് തടവിട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ പൊറോട്ട എടുത്തിട്ട് ഇതേപോലെ നമ്മൾ റെഡിയാക്കിയ മുട്ടയിൽ നല്ലപോലെ മുക്കണം കേട്ടോ. നല്ലപോലെ മുക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ, നമ്മൾ ആദ്യം പുറത്ത് വെച്ച് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഈ പൊറോട്ടേൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ പൊറോട്ടയും ഇതേപോലെ തന്നെ നല്ലപോലെ 2 സൈഡും മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള മുട്ടയില്ലേ അത് ഇതിന് മുകളിലൂടെ മെയിനായിട്ട് സൈഡിലൂടെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിനെ സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട്, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ, ആ കാര്യം മറക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം നമുക്കിതിനെ വേറൊരു ഫ്രൈ പാനിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ടൈം നമ്മുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും, ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ട പോള റെഡി. ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മടിയുള്ള ദിവസങ്ങളിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയായിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുണ്ട് സാധനമല്ലേ, മുട്ട പഫ്സ്. അപ്പോൾ അതിൻ്റെ അതേ ടേസ്റ്റിലൊരു പോളയാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പഫ്സ് പോള എന്നും വിളിക്കാം. അപ്പോൾ നല്ല സിമ്പിളാണ്. നമ്മൾ ആദ്യം ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 സവാളയൊക്കെ മതി കേട്ടോ. അതൊന്ന് ഇതുപോലെ വഴറ്റിയിട്ടെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണേ വഴറ്റാനും. അപ്പോൾ നമ്മുടെ പോളയിലേക്കുള്ള ഉള്ളി മസാലയാട്ടോ ഈ റെഡിയാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല, ഇത്രയും പൊടികൾ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇനി ഉള്ളി ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, വളരെ കുറച്ച് മതി. അതിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയാൽ നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇതിലിട്ട പൊടികളുടെ എല്ലാം കൂടി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി മസാല ഇവിടെ റെഡിയായി. പിന്നെ ഞാനിവിടെ ഒരു 5 കോഴിമുട്ട ഇതേപോലെ പുഴുങ്ങിയിട്ട് ഒരു മുട്ടേനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു 3 മുട്ടയും കൂടെ വേണം. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കേണ്ടത്, ബാറ്ററല്ല, നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഈ 3 മുട്ടയും പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മുട്ടയും കൂടെ എക്സ്ട്രാ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ മുട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലൊഴിച്ചതാട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനെ ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് വേണം കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലൊരു പാനും എടുക്കുക. അപ്പോൾ ഇത് നല്ല അടപ്പുള്ളൊരു പാന് വേണം കേട്ടോ എടുക്കാനും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് ചേർത്ത് നമ്മൾ അല്ലാതെ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം സ്റ്റൗവിലേക്ക് വെച്ചാൽ മതി. താഴെ നെയ്യ് തടവിയ ശേഷം ഓരോ ബ്രെഡിൻ്റെ പീസായിട്ട് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മുട്ടേൻ്റെ മിക്സ്ചറിൽ ഇങ്ങനെ മുക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി പാത്രത്തിലേക്ക് വെക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതേപോലെ സൈഡിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ കേട്ടോ.
എന്നാലേ നമുക്ക് സൈഡിൽ നല്ല നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ആവുന്ന രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് വെക്കുക. ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ കുഞ്ഞു കുഞ്ഞു പീസ് വെച്ചിട്ട് കവർ ചെയ്ത ശേഷം നമ്മൾ ഉള്ളിൻ്റെ മസാല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്, ചെറിയ കുഞ്ഞു പീസ് എടുത്തിട്ട് കുത്തി കയറ്റിയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഉള്ളിൻ്റെ മസാല ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എല്ലായിടത്തും ഒരേപോലെ ആക്കാം. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയിട്ടുണ്ട് മുട്ടയല്ലേ, അത് ഇതേപോലെ ഒരു ഷേപ്പില്ലാതെ എങ്ങനെയാച്ചാൽ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ കംപ്ലീറ്റ് മുട്ടയും ഇതുപോലെ വെച്ചു. ഇനി നമുക്കിതിനെ മുകളിലായിട്ട് ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ അതിന് ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ ഇതിൽ മുക്കുക, എന്നിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതിമേലേക്ക് ആക്കിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ബാക്കി മുട്ടയുടെ മിക്സ്ചർ ഉണ്ടെങ്കിൽ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ വല്ലാതൊന്നുമില്ല, ഉള്ളത് വെച്ച് ഞാൻ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ സ്റ്റൗവിലേക്ക് വെക്കണം. അപ്പോൾ വെക്കുമ്പോൾ ഡയറക്റ്റ് വെക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് താഴെ നമ്മൾ ഒരു ഫ്രൈ പാനോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ വെക്കുക. എയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഹോൾ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതൊരു 10 to 12 മിനിറ്റ് വരെയൊക്കെ വേണ്ടി വന്നത്. അപ്പോൾ ഒരു ഭാഗം ആയാൽ തിരിച്ച് വേറെ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറൻസ് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഫ്സ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. നല്ല ടേസ്റ്റാണ്, നല്ല ഹെവിയാണ്. അതായത് വയറ് പെട്ടെന്ന് ഫുള്ളാവും, ഒരുപാട് പേർക്ക് കഴിക്കാനും പറ്റും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണി വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പോളയാണ് കേട്ടോ. മക്രോണി പോള എന്നൊക്കെ നമുക്കിതിനെ പറയാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഞാനൊരു 3/4 കപ്പോളം മക്രോണി വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പാസ്ത എടുക്കാം കേട്ടോ അതിന് പകരം. പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ക്യാപ്സിക്കം, സവാള, മല്ലിയില, അതേപോലെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് വേവിച്ച് ചിക്കനും കൂടെ വേണം. അപ്പോൾ ചിക്കന് ജസ്റ്റ് നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ടൊന്ന് പിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പാന് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മുടെ സവാളനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്, പച്ചക്കെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് അടുത്തതായിട്ട് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ടത്, പിന്നെ നമ്മൾ സവാള ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റും അതേപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണം നിർബന്ധമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിച്ചിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, വേവിച്ച ചിക്കൻ, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് നമുക്ക് വിനെഗർ, നമ്മുടെ സുർക്ക ചേർത്ത് കൊടുക്കാം, ഒരല്പം സോയാ സോസും. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ലാസ്റ്റായിട്ട് നമ്മുടെ മല്ലിയിൽ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 മുട്ട ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കിയില്ലേ ഈ ഒരു സംഭവം, ഈ ഒരു മസാല നമ്മൾ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ മുട്ട ചേർത്ത് കൊടുക്കാം. കാരണം ഇതിലേക്ക് തന്നെ നമുക്ക് വേവിച്ച മക്രോണിയും കൂടെ ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച മക്രോണിയില്ലേ, അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മുട്ട നിൽക്കണം കേട്ടോ. മുട്ട വളരെ കുറവായാലും ഇത് ശരിയാവില്ല. അപ്പോൾ മുട്ട ഏകദേശം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കണം. എന്നിട്ട് നമുക്കിത് കവർ ചെയ്തിട്ട് വെക്കാം. ഞാൻ അപ്പോൾ കവർ ചെയ്ത് വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തതായിട്ടോ ഇത്. അപ്പോൾ ഒരു 10 to 12 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. വേറൊരു ഫ്രൈ പാനിൻ്റെ തവയുടെ എന്തെങ്കിലും മുകളിൽ വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിത് തിരിച്ചിട്ട് കൊടുത്തതാണിപ്പം. ഒരു ഭാഗം ആയിട്ടുണ്ട്, മറ്റേ ഭാഗം കൂടെ ഇപ്പോൾ റെഡിയാവും. ഒരു സൈഡ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല ഹെൽത്തിയാണ്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബീഫ് ഷവർമ പോളയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമ്മൾ ബീഫ് വെച്ചിട്ട് ഒരെണ്ണം നമുക്ക് ട്രൈ ചെയ്യാം. ഇതും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോളയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വേവിച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചത് കറിയുന്നുള്ള ബീഫ് എടുത്താലും മതി. അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് സവാള, ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഷവർമയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മയോണൈസും കൂടെ ചേർത്തിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം ചെറുതായിട്ട് അരിയണം. ഇതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ 3 മുട്ട ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ ആവശ്യത്തിന് കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സിയിൽ അടിക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇത് മിക്സിയിൽ നിന്ന് അടിക്കണം. അതിനുശേഷം അതിനൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് പ്ലസ് ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മൈദ വേണം ചേർത്ത് കൊടുക്കാൻ. ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ അരിച്ച് ചേർത്തിട്ട് അതിനൊരു തവി എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
എടുക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഞാനിവിടെ സ്റ്റൗവിലൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ പാൻ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ താഴെ നമ്മൾ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് എന്തായാലും കൊടുക്കണം, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ കുറച്ചല്ല, കുറച്ചധികം തന്നെ ഓയിലൊക്കെ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ബാറ്ററിന്ന് പകുതി നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് നിൽക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയ മസാല ഉണ്ടല്ലോ, ആ ബീഫ് ഷവർമ മസാല, അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നിട്ട് നമുക്കിതിനെ കവർ ചെയ്ത് വെക്കാം. ഓരോരുത്തരെയും ഫ്ലെയിമിനനുസരിച്ചായിരിക്കും കുക്കിംഗ് ടൈം വരിക. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ഇതായിട്ടുണ്ടെന്ന്. അതിന് ശേഷം നമുക്ക് വേറെ ഫ്രൈ പാനിലേക്ക് മറിച്ചിടാം. കുറച്ച് സമയം ഒന്ന് മറിച്ചിട്ടാൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ഈസി ബീഫ് ഷവർമ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനി പോളയാണ്. ബ്രെഡ് ഇറാനി പോള എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ആവശ്യത്തിന് സവാള അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാളിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാളിനെ നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റിനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നല്ലപോലെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇതാക്കുക. അതിനുശേഷം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമ്മൾ പിച്ച് വെച്ചിട്ടുള്ള വേവിച്ച ചിക്കൻ ഉണ്ട്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് നല്ലപോലെ പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താലും മതി. അങ്ങനെ ആക്കിയ ശേഷം ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനെയും കൂടെ നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. ലാസ്റ്റായിട്ട് ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം മിക്സ് ചെയ്തു. നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്ക് ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മുട്ടയോളം എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് മുട്ടയും ബാക്കി പാലുമായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടെ ചേർക്കുന്നുണ്ട്, കാരണം ഇത് 2 ലെയറായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം മുട്ട നമുക്ക് വേണ്ടി വരും, മുട്ടയും ബ്രെഡും. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ഒരു പാൻ എടുത്തു. അപ്പോൾ ഇത് 2 ലെയറായിട്ട്, നമ്മൾ പഫ്സ് പോളൊക്കെ നമ്മൾ ഒറ്റ ലെയറേ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ ഈ ബ്രെഡിന് ഓരോ പീസും ഇതുപോലെ നന്നായിട്ട് മുക്കിയിട്ട് എടുക്കാം. എന്നിട്ട് പഫ്സ് പോളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈഡിലേക്കൊന്ന് കയറ്റിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സൈഡിലേക്ക് കയറ്റി വെക്കുന്ന കാര്യം പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴെ എല്ലായിടത്തും വെച്ച ശേഷം നമ്മൾ മസാലയുടെ പകുതി ഇട്ട് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ഇടേണ്ട, 2 ലെയറാണ്. അപ്പോൾ പകുതി ഇട്ടിട്ട് ഇതേപോലെ നല്ലപോലെ പരത്തി കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ അടുത്ത ലെയറിൻ്റെ ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. ഇതേപോലെ പെട്ടെന്ന് വയറ് നിറയുന്ന ഒരു സംഭവം കേട്ടോ. കാരണം ഈ ബ്രെഡും മുട്ടയും ഈ മസാല എല്ലാം കൂടെ വരുമ്പോൾ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടെ ഇട്ടു. ഇനി ലാസ്റ്റ് മുകൾ ഭാഗം കൂടെ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് വെക്കുമ്പോഴും ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ബാറ്റർ അതിന് മുകളിലൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാ ഭാഗത്തും സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഗ്യാപ്പിലേക്കൊക്കെ ഒന്ന് ഫില്ലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വെച്ചാൽ മതിയിട്ട്, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് തക്കാളി ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് മാത്രമാണ്, അല്ലാതെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത് വെച്ചു എന്ന് കരുതിയിട്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് കവർ ചെയ്തിട്ട് നമ്മുടെ സ്റ്റൗവിൽ വെക്കാം. അപ്പോൾ എന്തായാലും ഇതിനൊരു 15 മിനിറ്റ് എങ്കിലും വേണ്ടി വരും ഇതൊന്ന് കുക്കായിട്ട് വരാൻ. ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും, എന്നാലും ഏകദേശം. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആയ ശേഷം നമ്മൾ ഇതേപോലെ വേറെ ഫ്രൈ പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് കണ്ടോ, ബാക്കിലൊന്നും കരിയാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. കട്ട് ചെയ്താൽ ഇതുപോലെ 2 ലെയറായിട്ടായിരിക്കും ഉണ്ടാവുക.